നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണിക്കടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ, ഇതിന് മുന്നേ ഞാൻ ഇവിടേക്ക് വന്ന് ഒരുപാട് അതിഥികളെ പിടികൂടിയിട്ട സ്ഥലമാണ്. ഹലോ, ഇവിടെ ആരൊക്കെയാണ്? എൻ്റെ പേര് നിഷൽ മറിയം. കിടുക്കാച്ചി പേര് എന്താ പേര്? ഇഷൽ. മറിയ ഇല്ല. ഇപ്പം മറിയോ പിന്നെ മറിയോ? നമ്മൾ സെയിം പിച്ചാ. നമ്മൾ ഒരേ കളർ. ആടിപൊളി ആടി സാക്കെ നമ്മൾ സെയിം കളർ കണ്ടാ. ഞങ്ങൾ ഒരേ കളർ കണ്ടാ. നോട്ടെ, മാമന് ശേഷാന്മാരൊക്കെ ഒരേ കളർ. സൂപ്പർ. എത്രയാണ് പഠിക്കണം മക്കള്? എവിടെയാണ് ഇത് കണ്ടത്? നന്നായിരിക്കട്ടെ മക്കൾ കേട്ടോ. എവിടെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ബാത്റൂം ഉണ്ടോ? ടോയ്ലറ്റ്? ഇവിടെ ആളുണ്ടായിരുന്നോ? ഫുൾ ഇല്ല. രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്തുപറ്റി? കൊച്ചുമൻ ഐ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്നു. ഇനി ഒരു പൊടി ഉണ്ടാവില്ല. പൊടിക്ക് എത്രയാണ് അദ്ദേഹത്തിന്? ഇപ്പം 3 മാസം. പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് കണ്ടതല്ലേ? അല്ല, പോയിട്ട് വന്ന് നമ്മൾ വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്ക് അപ്പോൾ മക്കൾ ഇങ്ങനെ പേടിച്ച് വിളിച്ച് ഓടി. അപ്പോഴത്തേക്ക് അനിയത്തി താഴെ കാല് വെച്ചപ്പോൾ കുഞ്ഞ് പത്തി എടുക്കുന്നുണ്ട്. നമ്മളിത് കനാലാണല്ലേ പറഞ്ഞല്ലേ? വെള്ളം വരത്തില്ല പറയുന്നത്. എന്നാലും കനാലുണ്ട്. വെള്ളം വരാതിരിക്കുന്നതാണ് നമുക്ക് ഇവർക്ക് വസിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ഈ കട്ടിൽ ഇത് മറ്റേ അടിയിൽ മറ്റേ ഗ്യാപ്പില്ല. സ്റ്റോറേജ് കട്ടിലാണല്ലേ? ഒത്തിരി സാധനം ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനടുത്ത് കയറാൻ അതിനകത്ത് സ്പേസ് ഉണ്ടോ? അപ്പോൾ ഇത് ബോക്സ് പോലെയല്ലേ ഇരിക്കുന്നത്? നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചതാണ്, കൊണ്ടുവച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഇതിൻ്റെ അടിയിലാണ് കിടന്നത് അല്ലേ? ഇവിടെ മോള് ബാത്റൂമിൽ പോകാൻ എണീറ്റപ്പോൾ ഇങ്ങോട്ട് ചാടി. അപ്പോൾ ഇവർ രണ്ടും ഓടി. അനിയത്തി മോനെ കൊണ്ട് ഇവിടെ കിടക്കുക. അവളിങ്ങനെ ഇറക്കിയപ്പോൾ പെട്ടെന്ന് പറ്റിയത്. ആ സമയം തൊട്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു, പോയിട്ടില്ല അല്ലേ? ഈ മേലോട്ട് കയറാൻ സാധ്യതയില്ല, കാരണം കുഞ്ഞന്മാരൊക്കെ മേലോട്ട് കയറാം. പക്ഷേ ഇത് ബെഡ്ഷീറ്റൊന്നും താവട്ടില്ല, മേലോട്ട് ഇത്രയേ ഉള്ളൂ. ഇതിലോട്ടും പിടിച്ച് കയറാൻ സാധ്യതയില്ല. ഇത് പിന്നെ ഇവിടെ ബാത്റൂമാണ്. ഇത് ബാത്റൂം സാധാരണ നമ്മുടെ ബാത്റൂമിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മളിവിടെ എന്തെങ്കിലും വെള്ളം പോകാനുള്ള ഗ്യാപ്പോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ വീട്ടിൽ സ്ഥിരം ആളുകളുണ്ട്, 3 കുഞ്ഞുമക്കളുള്ളത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇത് നോക്കിയുള്ളൂ, ഈ സിങ്കിൻ്റെ ഈ ഹോള് നിർബന്ധമായിട്ട് നിങ്ങൾ സീൽ ചെയ്യണം. അതിൻ്റെ സിങ്കിൻ്റെ ഈ വാഷ് ബേസിൻ്റെ അടിയിലുള്ളൊരു ഹോള്, ഇതൊരു ഹോള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ കൂടെയൊക്കെ ചെറിയ കുഞ്ഞന്മാർക്ക് ബാത്റൂമെല്ലാം വളരെ നീറ്റാണ്, അടിപൊളിയാണ്. പക്ഷേ ആ വരുന്ന ഹോള് നമ്മൾ MC വെച്ച് താണ്ടാം. MC വെച്ച് ഇത് ബ്ലോക്ക് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും ഈ MC വെച്ച് ആ ഒരു വാഷ് ബേസിൻ്റെ ഹോള് കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യണം. ഈ വെള്ളമൊക്കെ നമ്മൾ പുറത്ത് തെങ്ങിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുവഴിയൊക്കെ ഇവർക്ക് കയറി, ഇവർക്ക് അങ്ങനെ ലൈസൻസ് ഒന്നുമില്ല, എവിടെയും കയറി പോകും കുഞ്ഞന്മാർ മുട്ട വിരിഞ്ഞ്. അപ്പോൾ ഇതിനകത്ത് പുള്ളി പറയുന്നത് ഇതിനകത്ത് ഉറപ്പായിട്ടുണ്ടെന്നും. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പുള്ളിക്കാരൻ നിന്ന് വെളുക്കുന്നവരെ പണിയാവും. എനിക്ക് തോന്നുന്നത് ഇതെല്ലാം എടുത്ത് മാറ്റിയാലേ നമുക്ക് അത് ഉണ്ടോ എങ്ങനെയാണ് എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വേണ്ട, ഇതൊക്കെ അസംബ്ലി ചെയ്ത് കട്ടില്ല. അപ്പം വലിച്ച് പൊക്കാനും വരും, നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു അതി എടുക്കുന്ന സമയത്ത് നമ്മൾ മെത്തയ്ക്ക് അകത്തുനിന്ന്, മെത്തയുടെ കവറിങ്ങിനകത്ത് നിന്ന് കിട്ടിയ സംഭവം നമുക്ക് 2-3 അനുഭവങ്ങളുണ്ട്. 2-3 ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിച്ച സമയത്ത് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നാഗത്താനയും ഇങ്ങനെയൊക്കെയുള്ള നാളെ നമുക്ക് മെത്തയ്ക്കകത്ത് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതെല്ലാം പീസാണല്ലേ? പൊങ്ങാനുള്ളതാണ്. അത് പീസായിട്ടൊക്കെ അല്ലേ? ഇതിനകത്തുള്ള സാധനം എടുത്ത് നോക്കി, പക്ഷെ ഇതിനകത്ത് കാണുന്നില്ല. അതിലെ കൂടെ എന്നാൽ ഇങ്ങോട്ടും പോവാം കേട്ടോ. ഇതങ്ങ് മാറ്റിക്കോ, ഇങ്ങോട്ടും വരാം. എന്നുവെച്ചാൽ അതിൻ്റെ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഇതെല്ലാം നമ്മൾ അപ്പോൾ ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റിയല്ലേ പറ്റുള്ളൂ. ഷൂവിനകത്തൊക്കെ ഒരുപാട് അധികം കിട്ടുന്നുണ്ട്. അതാണ് ഷൂ നോക്കുന്നത്.
നമ്മൾ ഇതിനകത്തുള്ള എല്ലാ സാധനവും നീക്കി. പുള്ളി പറഞ്ഞ സമയത്ത് ഞാൻ വിളിച്ച് ഭയങ്കര സാധനം ഇരിക്കുന്നത്, ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കണ്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഓരോ പീസുകൾ പീസിനകത്തൊക്കെ ഇരിക്കാം. അങ്ങോട്ട് തന്നെ എല്ലാം വെളിയിൽ തന്നെ പോട്ടെ. ശരണം ചരിച്ചിട്ട് നോക്കാം. അങ്ങോട്ട് ചരിക്കാൻ അങ്ങനെ എങ്ങോട്ടല്ലേ ചരിക്കാൻ പറ്റുള്ളൂ അല്ലേ, അങ്ങോട്ടുള്ള സ്പേസ് ഉള്ളൂ. പുള്ളിക്കാരൻ 100% ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോയിട്ടില്ല. ആ സമയം തൊട്ട് ഇവരെല്ലാം ഇവിടെ കാവലുണ്ട്. പിന്നെ വേറെ എങ്ങോട്ടാണ് കയറിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ട്. മക്കളെ നിന്ന് പൊക്കാൻ നോക്കും. നമുക്ക് ആ വാക്കത്തിലിരിപ്പുണ്ടോ ഇങ്ങനെ പൊക്കാൻ വേണ്ടി 100% ഉറപ്പായിട്ട് പുള്ളി പറയുന്നുണ്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്ന്. ചെറിയ പീസ് മാറ്റി നമുക്ക് നിൽക്കാൻ കണക്കാണ് മക്കളെ. ഇതൊക്കെ ഇവിടെ വയ്ക്കാം. ഇതാ മക്കളെ, ഇതങ്ങ് വെളിയിൽ വയ്ക്കോ, മക്കളെ ഇതങ്ങ് വെളിയിൽ വയ്ക്കോ. അടിപൊളി ഇരുന്ന സ്ഥലം കണ്ടല്ലോ നമ്മൾ, സൂപ്പറായിട്ട്. കാരണം ആ ചെറിയ സ്പേസ് അറിയാമല്ലോ, നമ്മുടെ ഈ ചെറിയ പലവ അടിയിരുന്ന പലവരടിയിൽ ഇങ്ങനെ എനിക്ക് പലവ സീലായിട്ട് ഇരുന്ന് കാണത്തില്ല. അതാണ് അദ്ദേഹം അവിടെ 15 സീല് ഒരു മടക്കുണ്ടായിരുന്നു, ചെറിയ മട. ആ മടക്കിൻ്റെ ഇടയിൽ നോക്കിയാൽ സൂപ്പർ. ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുമോ? നമ്മൾ ഇത് കണ്ടല്ലേ, ഇത് ആ കുഞ്ഞു മക്കൾ കണ്ടതുകൊണ്ടാണ് ഇതവർ തിരിച്ചറിഞ്ഞു. ഇല്ലെങ്കിൽ ഒരിക്കലും ഇതിനെ കാണാൻ പോകുന്നില്ല. ഒന്നുകിൽ അത് എവിടെയെങ്കിലും ഇരുന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിന് വരാനായിട്ടുള്ള ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ തോന്നുന്നതല്ല, ഉറപ്പായിട്ട് ഞാൻ ആ കാണിച്ച വാഷ് ബേസ്, ബാത്റൂമത്തിലെ വാഷ് ബേസ്, ആ വെള്ളത്തിനകത്ത് വെള്ളം ഔട്ടിലേക്കാണ് വെളിയിലേക്കാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി വന്നത് അവൻ്റെ സാധ്യത കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇതൊരു 15 ദിവസത്തെ പ്രായം, 14-15 ദിവസത്തെ പ്രായമേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഇവിടെ 3 പൊടിമക്കൾ, ഒരു കുഞ്ഞായിക്ക് 3 മാസമേ ആയിട്ടുള്ളൂ. മറ്റ് 2 പേര് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, നമ്മൾ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ട മക്കളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇതിനെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളെപ്പോഴും അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ പാമ്പിനെ കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അവയർനെസ്. അപ്പം നമ്മൾ പുറത്ത് മക്കൾ കാത്തു നിൽക്കുന്നു. 2 കുഞ്ഞു മക്കൾ, അറിയാം, 2 മക്കൾ നമ്മൾ പരിചയപ്പെട്ട് 2 പെൺകുട്ടി മക്കളുണ്ട്, ട്വിൻസ്. അപ്പോൾ അവർക്കൊക്കെ അതിനെ കാണണം. അത് മാത്രമല്ല, നമ്മൾ ഒരു പാമ്പിനെ എടുക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ളവരെ കാണിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പോകണം. കാരണം വെച്ചാൽ ഇതിന് അവർക്ക് ധൈര്യം കൊടുക്കണം. കാരണം ഇപ്പോൾ അറിയില്ല, നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് കടിയേൽക്കുന്നു, കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നു, കുട്ടികൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് അഭിമുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് പറയാം, നമുക്ക് ഈ കെട്ടി വെക്കേണ്ട രീതിയൊക്കെ പറയേണ്ടതുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഇത് നോക്കുക, ഇത് ഒരു ചെറിയതുണ്ട്, ഇത് കടിക്കും, നന്നായിട്ട് കടിക്കും. ഇപ്പോൾ ചെറുതാണെങ്കിൽ പോലും നന്നായിട്ട് കടിക്കുന്ന ഒരു അതിഥിയാണ് എല്ലാ പാമ്പുകളും. അപ്പോൾ ഇതിനും ഇതെന്താണ്, ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പടം പൊഴിച്ച് പുറത്തേക്ക് പോകുന്ന സമയത്തിന് ഭക്ഷണം തേടി പോകുന്ന ആ സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ കാലുകൾ അനങ്ങുമ്പോഴാണ് ഇദ്ദേഹം പെട്ടെന്ന് തീറ്റിയാണെന്ന് പറഞ്ഞ് കടിക്കുന്നത്. ഇതൊന്നും കടിച്ചുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മരണ കാരണമായിരുന്നൊരു വനമില്ല. ഇപ്പോൾ ഇതുവരെ ഇത്രയും ദിവസം എനിക്ക് 14-15 ദിവസം ആയിക്കണമെങ്കിൽ ജനിച്ചിട്ട് ഇദ്ദേഹം ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു എന്താ പറയുക, ആദ്യത്തെ ഒരു ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതുണ്ടോ, ഈ കാല് കറുത്ത സോക്സാണ്, ഇതുണ്ട്, ഇദ്ദേഹത്തിന് ഇത് അനങ്ങുന്നുണ്ട്, ഇതുണ്ടോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടയിൽ ഒരു വലിയ മുറുക്കൻ പാമ്പിൻ്റെ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കാല് ഇങ്ങനെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാല് വയ്ക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല ഒരു മൂർഖൻ്റെ കടിയിട്ട്. അപ്പോൾ നമ്മൾ കടി കിട്ടിയാൽ എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇതിൽ കൂടെ തന്നെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. അവരോട് അതിന് സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കെട്ടണോ അപ്പോൾ കെട്ടണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കെട്ടണ്ടെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും കെട്ടാനേ പാടുള്ളൂ. പക്ഷേ കെട്ടണമെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല.
ഇത് കുഞ്ഞനാണ്. ഇപ്പോൾ ഇദ്ദേഹം നമുക്ക് ഇപ്പോൾ ഇത് ജീൻസ് കട്ടിയുള്ള ജീൻസാണ്. ഇതൊന്നും കടിച്ച് നമ്മൾ ഇതിനകത്ത് കടിച്ച് പല്ല് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കട്ടിയുള്ള ജീൻസ് ഇതിലൊക്കെയാണെങ്കിൽ അദ്ദേഹത്തിന് കടിച്ച് പല്ല് ഇതിനകത്ത് വരും. എന്നാൽ ഈ ചെറിയ കോട്ടൺ പോലത്തെ സാധനമാണ്. ഇത് കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇദ്ദേഹത്തിൻ്റെ പല്ല് ഇതിനകത്ത് തുളച്ച് കയറ്റാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് ചെറിയ പല്ലാണ്. അത് ഇതിലേക്ക് കടിച്ച് പിടിഞ്ഞാൽ പല്ല് ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അപകടം ഉണ്ടാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ ഒരു 10-12 ദിവസം മാത്രം പ്രായമുള്ളതിന്. ഇപ്പോൾ ഇനി ഇതുപോലെ ഈ വീടല്ല, ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മളറിയാം. പലരും പറയുന്നത് നമുക്ക് ഡീസലും മണ്ണെണ്ണയും സ്പ്രേ ചെയ്യാൻ പാടില്ല. അന്ന് ശുദ്ധമായ മണ്ടത്താണ്. നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ ജീവൻ. അവിടെ ശാസ്ത്രീയതയ്ക്കൊന്നും ഒരു അർത്ഥമില്ല, അടിസ്ഥാനമില്ല. നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ഇവയൊക്കെ കയറി. ഇപ്പോൾ ഇവിടെ അടുത്ത് കനാലാണ്. ഇവിടെ വീട് നല്ല ഹൈജീനിക്കാണ്. വീടിൻ്റെ പറമ്പൊക്കെ പോയപ്പോൾ എനിക്ക് തന്നെ ഇത് തോന്നി. എല്ലാം ഡെയിലി വൃത്തിയാക്കി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കനാലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നിത്യേന വീട്ടിൻ്റെ ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ പടിയൊക്കെ നന്നായിട്ടൊന്ന് ഓസ് വെച്ച് നനയ്ക്കുക. എന്നിട്ട് അവിടെ ലേശം പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് മണ്ണെണ്ണയോ ഡീസലോ വാങ്ങിയിട്ട് അടപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചീറ്റിച്ചു വിട്ടു. അപ്പോൾ അത് ഭക്ഷണം തേടി വന്ന പാമ്പുകൾക്ക് നാക്കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റും. അത് മടങ്ങി പോകുന്നതായിട്ട് കാണാം. ഇപ്പോൾ തിരിച്ച് പുള്ളിക്കാരൻ ബാക്കിൽ ഒരു ഗ്രില്ലുണ്ടെന്ന് പറഞ്ഞു, ഡോറിൻ്റെ. ആ ഗ്രില്ലിനകത്തോടെ കയറി. അപ്പോൾ അവിടെയും ഡീസൽ മണ്ണെണ്ണയൊക്കെ അങ്ങനെയുള്ള എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് മുൻകരുതലാണ് നമുക്ക് ആവശ്യം. മുൻകരുതൽ എടുത്ത് കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ വീടും ഇവിടെ മാത്രം. ഇവിടെ ഇപ്പം പറമ്പിലും ഒരു അഴുക്കും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ എഴഞ്ഞു വരാൻ പാമ്പുകൾക്ക് വൃത്തിയില്ലെന്നോ വൃത്തിയുണ്ടെന്നോ കൂടുതലും കണ്ടുവരുന്ന വൃത്തിഹീനമായ സ്ഥലങ്ങൾ. പക്ഷേ ഇത് അപൂർവമാണ്. ഇവിടെ പകൽ ആളില്ലായിരുന്നു. കുഞ്ഞാവയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ആ സമയത്ത് അങ്ങനെ ഒരു ഇതിനകത്ത് കയറിയത്. ഇപ്പോൾ ഇവർ വന്നതുകൊണ്ട് കുഞ്ഞു മക്കൾ ലൈറ്റിട്ട് കണ്ടത്. ഇനി ഒരു അഭ്യർത്ഥന കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട്. ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ കഴിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ബെഡ് സ്വിച്ച് ഇട്ട് ലൈറ്റ് ഇട്ടതിന് താഴെ നോക്കിയിട്ടേ നിങ്ങൾ കാല് താഴോട്ട് വെക്കാൻ പാടുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമാക്കണം. കാരണം അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡിൽ നിങ്ങൾ ഷീറ്റ് ഇടുമ്പോൾ, ചവിട്ടിയിടുമ്പോൾ ചവറിനോട് ചേർത്ത് ഇങ്ങനെ ഇടരുത്. അതുപോലെ അടുക്കളയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അമ്മമാർക്ക് കാലൊക്കെ വേണ്ടിയിരിക്കും. അമ്മമാർ പൈപ്പൊക്കെ പാത്രം കഴുകാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ചവിട്ടിയിടും. ചവറിനോട് ചേർത്തിടരുത്. എപ്പോഴും ഗ്യാപ്പ് ഇട്ടിടുക. എന്ത് ഈ ചവറിനോട് ചേർന്ന് ഇങ്ങനത്തെ ഗ്യാപ്പ് ഇപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ അറിയില്ല. കണ്ടോ? അപ്പോൾ ആരെങ്കിലും വന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കടിക്കും. പെട്ടെന്ന് കടിച്ചാണ്ട് ഇതൊരു ഗ്യാപ്പാണ്. കണ്ടോ? ഇതിനകത്തൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇത് വീടിനകത്ത് ഇരുന്നപ്പോൾ ഒരു കിടക്കുമ്പോൾ ഇതുപോലെ മെത്തയിട്ടോ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്താണ് ബെഡ്ഷീറ്റ് വേണം. അപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ മോൻ മരണപ്പെട്ടതും തറയിൽ മെത്ത വിരിച്ച് കിടന്നിട്ടാണ്. അതുപോലെ നമ്മൾ ചെറിയെങ്കിലും മോൻ മരിച്ചതും താഴെ പായ വിരിച്ച് അത് ചെറിയെങ്കിലും തേച്ച് നമ്മൾ തള്ളിക്കളയാം. കാരണം 4 ചുറ്റും വിജനമായ വലിയൊരു പറമ്പാണ്. അവിടെ ഒറ്റ വീട്, ഒരു ചെറിയ വീട്, ഷീറ്റ് വെച്ച് മറച്ചൊരു വീടാണ്. അപ്പോൾ അതിനകത്തേക്ക് പാമ്പുകൾ കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉണ്ട്. ഒരു കാരണവശാലും ഈ വേനൽ സമയം നമുക്കിങ്ങനെ ചൂടെടുക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും വേനൽ സമയത്ത് ഇങ്ങനെ പായിട്ട് ചുവരോട് ചേർന്ന് കിടക്കുക. നടുക്ക് കിടന്നാലും കുഴപ്പമില്ല, ചുവരോട് ചേർന്ന് കിടക്കാതിരിക്കുക. സന്ധ്യ സമയത്ത് ഡോറ് തുറന്നിട്ട് കാറ്റ് കയറ്റാനായിട്ട് നോക്കാതിരിക്കുക. ഞാനിപ്പോൾ 3-4 പോയിന്റുകൾ നമ്മൾ പ്രിയപ്പെട്ട അനസകൾ കാണിച്ചു കൊടുത്തത്. വരാനുള്ള സാഹചര്യം, വരാനുള്ള വഴി, സിങ്ക്, അതിനകത്തുള്ള സിങ്കിൻ്റെ ഗ്യാപ്പാണെന്നൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കുന്നത്. പുള്ളിക്കാരൻ നാളെ തന്നെ അത് MCയിൽ വെച്ച് അടയ്ക്കാമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ മക്കൾ സുഖമായിട്ടിരിക്കണം, നമ്മുടെ കൊച്ചുമക്കൾ സുഖമായിട്ടിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവർക്കെല്ലാം നല്ല സുഖമായിട്ടിരിക്കാൻ വേണ്ടി അവരെല്ലാ പോയിന്റുകളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നതിന് ഇനി ഒരു ചെറിയ സംശയമുണ്ട്. പാമ്പ് കടിയേറ്റാൽ കെട്ടി വെക്കണം. ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ കത്തിയൊന്നും ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. ഇതൊക്കെ അപകടമാണ്. അതായത് ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കിയതിന് ശേഷം നമുക്ക് കെട്ടുന്ന രീതിയും കൂടി ഞാനൊന്ന് കാണിക്കാം. അപ്പം മക്കളെ ബോട്ടിലിങ് തരാം. നമ്മൾ സമയം കളയുന്നില്ല. ഇദ്ദേഹത്തിന് ഒരു ചെറിയ മുറുക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും വലിയൊരു ബോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചു കയറ്റണമെന്നല്ല, ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ബോട്ടിലിങ്ങനെ വെച്ച് കൊടുത്താൽ അതിനകത്തോട്ട് കയറും. അപ്പോൾ അടച്ചു വയ്ക്കുക. ചെറിയ മുറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞിന് ഈ ചെറിയ ബോട്ടിൻ്റെ ആവശ്യമില്ല, ഹോളുണ്ട്. അത് പിന്നീട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ബോട്ടിലാക്കി. ഇനി നമ്മൾ ഫസ്റ്റ് എയ്ഡ്, കടി കിട്ടിയാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ ഫോണിലൊക്കെ വിളിച്ച് ഒത്തിരി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് 10-25 കോളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് നമ്മുടെ അനസ്ജിയുടെ കാലിലേക്ക് ഞാനൊന്ന് ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ എനിക്കിവിടെ കടി കിട്ടി എന്നിരിക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കടി കിട്ടി എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഉടനെ ചെയ്യേണ്ട മെത്തേഡ്, ഇപ്പോൾ ഞാൻ എൻ്റെ കാലിലാണ് കടി കിട്ടിയത്. അപ്പോൾ ഞാൻ ആ ഡെമോ കെട്ടാണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞ് പരമാവധി ധൈര്യം കൊടുക്കുക. പറഞ്ഞത് മനസ്സിന് ആ കടി കിട്ടിയെന്നുള്ള മെൻ്റൽ ടെൻഷനൊന്നും അദ്ദേഹത്തിന് മാറ്റിയെടുത്തതിന് ശേഷം അതിനെ പിടിച്ച് ഇതുപോലെ ഇരുത്തിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ വസ്ത്രം ധരിച്ചിരിക്കും, ചിലപ്പോൾ മുണ്ടൊക്കെ ധരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ കാലം കാണിക്കുന്നില്ല, ഇവിടെ ഇപ്പോൾ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമാണ് കടി കിട്ടിയാൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഉദ്ദേശം എടുക്കുക. ഒരു കാരണവശാലും നമ്മൾ തുണി
അത് വീതിയുള്ള തുണി, ഇങ്ങനത്തെ വീതിയുള്ള തുണി കണ്ടോ, വീതിയുള്ള തുണി എടുത്ത് ഒരു കാരണവശാലും ഇങ്ങനെ മുറുക്കി, ചിലരിങ്ങനെ മുറുക്കി നല്ല ടൈറ്റാക്കി കെട്ടാറുണ്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. തുണി വീതിക്ക് നല്ല വീതിക്ക് എടുക്കുക. ഉദ്ദേശം 9 ഇഞ്ച് മേളിലോട്ട് ഈ വീതിക്ക് തന്നെ തുണി ഇങ്ങനെ വീതിക്ക് തന്നെ ചുറ്റി ഒരു കാരണവശാലും ടൈറ്റ് ആക്കാതെ, ചെറിയ ടൈറ്റ്, അത് നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ചാൽ, ഇത് നമ്മുടെ വിരൽ ഇങ്ങനെ വെച്ചാൽ, ഒരു പേന വെച്ചാൽ പേന ഇങ്ങനെ ഇരിക്കണം, ആ രീതിയിൽ കെട്ടുക. കെട്ടുമ്പം ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ടൈറ്റ് ആക്കാതെ ഈ കുഴ കെട്ടണം. ഇങ്ങനത്തെ കെട്ട് കെട്ടുന്ന സമയത്ത് ഈ കെട്ട് ഇങ്ങനെ കെട്ടാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അഴിക്കാൻ പറ്റും. ഇങ്ങനെ അഴിക്കാൻ ഇങ്ങനെ കെട്ടുക. അതുപോലെ തന്നെ മറ്റൊരു തുണിയും കൂടെ എടുത്ത് കുറച്ചുകൂടി വരുത്തും. ഒരു കാരണവശാലും നിങ്ങൾ ടൈറ്റ് ആക്കുന്നത് വീണ്ടും ഒരു തുണി ഇപ്പോൾ മുട്ടിന് മേളിലോട്ടായി ഇവിടെ അതുപോലെ വീതിക്ക് തന്നെ, ഒരു കാരണവശാലും നിങ്ങൾ ടൈറ്റ് ആക്കരുത്. വീതിക്ക് തന്നെ ചുറ്റിക്കെട്ട്. ഇതിപ്പോൾ ചെറിയ തുണിയാണ്, നമ്മളിങ്ങനെ ചുറ്റിക്കെട്ട് 2-3 ചുറ്റി കെട്ടിയതിന് ശേഷം, അതിങ്ങനെ കെട്ടിയതിന് ശേഷം അഴിക്കാൻ പറ്റുന്ന കെട്ടുകളെ കെട്ടാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ കാലിലാണ് കടിയേറ്റാൽ കാലിങ്ങനെ ഇരുത്തുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ നിവർത്തി ഇരുത്തി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. കയ്യിലാണ് കടി കിട്ടിയാൽ നമ്മൾ കൈ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ വയറ്റിൻ്റെ താഴെ ഇങ്ങനെ എടുത്ത് വെച്ച് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ, ഒരു കാരണവശാലും നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ട്. അതായത് കണ്ടോ, ഈ കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ വേണ്ട, ഇവിടെ ഒരു പാടൊന്നും അദ്ദേഹത്തിന് വേണ്ട, ഇവിടെ ഒന്നും പാടില്ല. പക്ഷെ നമ്മൾ ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബ്ലഡ് അവിടെ തടഞ്ഞു നിൽക്കും, അത് അപകടമായി മാറും. ഒരു കാരണവശാലും അങ്ങനത്തെ കെട്ടുകൾ കെട്ടരുത്. അപ്പോൾ നമ്മൾ കണ്ട ഇപ്പോൾ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ കണ്ട ഇത് കെട്ടിന് ഇവിടെ നിന്നും ഒരു ടൈറ്റ്നെസ് ഇല്ലാത്തതുകൊണ്ട് ആ സർക്കുലേഷൻ സാവകാശം നടക്കും. അപ്പോൾ അപകടം ഉണ്ടാകും. മറ്റേ നമ്മൾ കെട്ടി തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വെനം നിന്നിട്ട് അവിടുത്തെ സെൽസ് എല്ലാം ഡെഡായി പോകും. ഡെഡായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതുപോലെ ആ മാംസമൊക്കെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ കൈ മുറിക്കേണ്ട സാഹചര്യം വരും, കാല് മുറിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അതിനൊന്നും മുതിരരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു കാരണവശാലും നിങ്ങൾ ടൈറ്റായി കെട്ടരുത്, ബ്ലേഡ് വെച്ച് മുറിവുണ്ടാക്കരുത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്രാവിശേഷം, നമ്മുടെ കടിയുടെയും നമ്മുടെ കടിച്ചാഴ്ചൻ്റെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള യാത്രാവിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 4 പേരുടെ നന്ദി. നമസ്തേ.